തിരുപ്പിറവിക്കായുള്ള കാത്തിരിപ്പ് 11-ാം ദിനം. എൻ്റെ ഈ ലോക ജീവിതത്തിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന അഹംഭാവത്തിൽ നാം ജീവിക്കുമ്പോഴും ഒത്തിരിയേറെ നന്മകൾ ചെയ്യാമായിരുന്നിട്ടും നാം ചെയ്യാതെ പോയ ആ നന്മകളെക്കുറിച്ച് ഒരു നിമിഷമെങ്കിലും നാം ചിന്തിച്ചിട്ടുണ്ടോ? ദൈവം മനുഷ്യനെ ശ്രദ്ധിക്കുന്നത് അവൻ ചെയ്യാത്ത തെറ്റിനെ കുറിച്ചല്ല, മറിച്ച് അവൻ ചെയ്യുന്ന ശരിയും നന്മകളും എത്രയെന്ന് അടിസ്ഥാനമാക്കിയാണ്. അന്തിമ വിധിനാളിൽ ദൈവം ന്യായം നിർണ്ണയിക്കുന്നതും അവൻ ചെയ്തിരിക്കുന്ന നന്മയും ശരിയും അടിസ്ഥാനപ്പെടുത്തിയാണ്. ഈ ക്രിസ്മസ് നാളിൽ നാം അനുസരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അഹങ്കരിക്കുകയല്ല, മറിച്ച് നാം ചെയ്യാതെ പോയ ശരികളും നന്മകളും ഓർത്തെടുക്കുകയും അതിനെക്കുറിച്ച് ആത്മശോധന ചെയ്യുകയും വേണം. രണ്ടാമതായി, നമ്മോട് തെറ്റ് ചെയ്തവരോട് നമ്മളുടെ മനോഭാവം എന്താണ്? അവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഹൃദയപൂർവ്വം നാം ക്ഷമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം മനോഹരവും മഹത്തരവും ആയിത്തീരുന്നത്. നമ്മൾ തെറ്റ് ചെയ്യുന്ന ആൾ ഒരുപക്ഷെ നമ്മുടെ ആരുമല്ലായിരിക്കാം. അവനോട് ക്ഷമിച്ചില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന ഉറപ്പ് നമുക്കുള്ളപ്പോഴും അവനോട് ക്ഷമിക്കുകയും അവനെ നമ്മോട് ചേർത്ത് നിർത്തുകയും ചെയ്യുമ്പോഴാണ് ഹൃദയസ്പർശിയായ ക്ഷമയുടെ മനോഭാവം നമ്മളിലും ഉണ്ടാകുന്നത്. ക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് നമുക്ക് കാണിച്ചു തന്ന മനോഭാവം അതുതന്നെയായിരുന്നു. തിരുപ്പിറവിക്കായി നാം കാത്തിരിക്കുമ്പോൾ നമുക്ക് 2 തിരുപ്പൽ കാഴ്ചയുമായി ഈശോയെ സമീപിക്കാം. ഞാൻ ചെയ്യാതെ പോയ നന്മകളും ശരികളും ഓർത്തെടുക്കുകയും കൂടുതലായി നന്മകളും ശരികളും ഞാൻ ചെയ്യുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രതിജ്ഞ എടുക്കാം. രണ്ടാമതായി, നിർബന്ധമോ നിസ്സഹായതയോ പോലെ ക്ഷമിക്കാതെ ഹൃദയപൂർവ്വം മറ്റുള്ളവർ ക്ഷമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. സ്തുതിയായിരിക്കട്ടെ.